കുട്ടിമഹാഭാരതം കഥകൾ ഭാഗം 2. ശാന്തനുവും ഗംഗാദേവിയും. 1000 അശ്വമേധയാഗങ്ങളും 100 രാജസൂയയാഗങ്ങളും നടത്തിയ മഹാഭിഷക് ഇക്ഷ്വാകു വംശത്തിലെ പ്രതാപശാലിയായ രാജാവായിരുന്നു. മഹാഭിഷക് തന്റെ മഹത്വം കൊണ്ടും യാഗസമൃദ്ധി കൊണ്ടും സ്വർഗ്ഗത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടിയിരുന്നു. ഒരു ദിവസം ബ്രഹ്മാവിന്റെ സന്നിധിയിൽ അദ്ദേഹം ഗംഗാദേവിയെ കാണുകയും അവളെ പ്രേമഭാവത്തോടെ നോക്കുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ മുന്നിൽ അപ്രകാരം പെരുമാറിയ മഹാഭിഷകിനെ ബ്രഹ്മാവ് ശപിച്ചു. മഹാഭിഷക്, നീ വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി ജനിക്കട്ടെ. ശാപഫലമായി മഹാഭിഷക് പുരുവംശത്തിലെ പ്രദീപമഹാരാജാവിന്റെ പുത്രനായി ഭൂമിയിൽ ജനിച്ചു. മാതാപിതാക്കൾ കുട്ടിക്ക് ശാന്തനു എന്നു പേരിട്ടു. ശാന്തനു വളർന്നു പ്രായപൂർത്തിയായപ്പോൾ രാജ്യഭാരവും ഉത്തരവാദിത്തങ്ങളും ശാന്തനുവിന് കൈമാറിക്കൊണ്ട് പ്രദീപമഹാരാജാവ് തപസ്സിനായി കാട്ടിലേക്ക് തിരിച്ചു. ഒരിക്കൽ അഷ്ടവസുക്കൾ 8 പേരും അവരുടെ ഭാര്യമാരോടൊപ്പം വസിഷ്ഠമഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തുള്ള വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. സഞ്ചാരത്തിനിടയിൽ വസിഷ്ഠമഹർഷിയുടെ കാമധേനുവായ നന്ദിനിപ്പശുവിനെ അവർ കണ്ടു. അതിൽ ഒരാളായ ദ്യോവിന്റെ ഭാര്യയ്ക്ക് കാമധേനുവിനെ സ്വന്തമാക്കണമെന്ന മോഹം ജനിച്ചു. ദ്യോവ് തന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി നന്ദിനിയെ മോഷ്ടിച്ചു. ഏകദേശം 50ഓളം ഭാഗങ്ങൾ അടങ്ങുന്ന കുട്ടികൾക്കുള്ള മഹാഭാരതം കഥകളാണ് ഇവിടെ ഓരോരോ വീഡിയോകളായി കൊടുക്കുന്നത്. വീഡിയോകൾ മുഴുവൻ കണ്ടുകഴിയുന്ന കുട്ടികൾക്ക് മഹാഭാരതം കഥകൾ പച്ചവെള്ളം പോലെ ഹൃദിസ്ഥമായിരിക്കും. അതുകൊണ്ട് ലൈക്കും ഷെയറും ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സൂക്ഷിക്കുക. പശു നഷ്ടപ്പെട്ടതിനെക്കുറിച്ചറിഞ്ഞ മഹർഷി വസിഷ്ഠൻ അഷ്ടവസുക്കളെ ശപിച്ചു. നിങ്ങൾ 8 പേരും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ. കൂടാതെ നിങ്ങളിൽ 7 പേരും 1 വർഷത്തിനുള്ളിൽ ശാപമോക്ഷം നേടും. പക്ഷേ ദ്യോവ് മനുഷ്യനായി ഭൂമിയിൽ കൂടുതൽ കാലം ജീവിക്കും എന്ന് മഹർഷി കൂട്ടിച്ചേർത്തു. ശാപമോക്ഷത്തിനായി അഷ്ടവസുക്കൾ ഗംഗാദേവിയോട് അഭയം തേടി. അവർ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു, ഞങ്ങൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദേവിയുടെ മക്കളായി വേണം ജനിക്കുവാൻ. അതിലൂടെ ശാപമോക്ഷം നേടുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കും. ഗംഗാദേവി അവരുടെ അഭ്യർത്ഥന അംഗീകരിച്ചു. താൻ നിമിത്തം ശാപം ലഭിച്ച മഹാഭിഷകാണല്ലോ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ശന്തനുവിന്റെ ഭാര്യയാവാൻ ഗംഗാദേവിക്ക് പൂർണ്ണസമ്മതമായിരുന്നു. ഒരിക്കൽ ശാന്തനു നായാട്ടിനായി ഗംഗാനദീ തീരത്തിലൂടെ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ഗംഗയെ കണ്ടു. ഗംഗയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശാന്തനു അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഗംഗ പറഞ്ഞു, ഞാൻ താങ്കളുടെ ഭാര്യയാവാൻ സന്നദ്ധയാണ്. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. താങ്കൾ ഒരിക്കലും എന്റെ ആഗ്രഹങ്ങൾക്കു എതിരു പറയരുത്. അതിനു വിരുദ്ധമായി സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ താങ്കളെ ഉപേക്ഷിച്ചു പോകും. ശാന്തനു ഈ വ്യവസ്ഥ അംഗീകരിച്ചു. ഇരുവരും വിവാഹിതരായി കൊട്ടാരത്തിൽ എത്തുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്തു. വിവാഹത്തിനു ശേഷം ഗംഗ ആദ്യം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ഉടൻ തന്നെ ആ കുഞ്ഞിനെ ഗംഗാനദിയിൽ എറിഞ്ഞു കൊന്നുകളയുകയും ചെയ്തു. ഇത് 2ാമത്തെ കുഞ്ഞിനും ആവർത്തിച്ചു. ഇങ്ങനെ അവൾ പ്രസവിച്ച 7 കുഞ്ഞുങ്ങളെയും നദിയിൽ എറിഞ്ഞു കൊന്നുകളഞ്ഞു. 8ാമത്തെ കുഞ്ഞിനെയും ഗംഗ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ശാന്തനു തടഞ്ഞു. നിർത്തൂ നിന്റെ ക്രൂര വിനോദം. ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് ജീവനോടെ വേണം. അല്ലയോ മഹാരാജാവേ, എന്റെ ആഗ്രഹത്തിന് അങ്ങ് തടസ്സം നിന്നിരിക്കുന്നു. അതിനാൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും അങ്ങയുടെ ഭാര്യയായി തുടരുകയില്ല. അങ്ങറിയണം, അങ്ങയുടെ പുത്രന്മാരായി ജനിച്ച 8 പേരും ശാപം ലഭിച്ച അഷ്ടവസുക്കളാണ്. അവരിൽ 7 പേരെയും ഞാൻ ഗംഗയിലെറിഞ്ഞുകൊന്ന് അവർക്ക് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ച് 8ാമത്തെ കുട്ടിയെ ഞാൻ കൊല്ലുന്നില്ല. ഈ കുട്ടിയെ ഞാൻ വളർത്തും. സമയമാകുമ്പോൾ കുട്ടിയെ ഞാൻ തിരികെ അങ്ങയെ ഏൽപ്പിക്കുകയും ചെയ്യും എന്നു പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഗംഗാദേവി അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ഗംഗാദത്തൻ എന്ന പേരിലും ദേവവ്രതൻ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങിയ ആ കുട്ടി വസിഷ്ഠമഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു. പരശുരാമനിൽ നിന്ന് ആയുധവിദ്യകളും അഭ്യസിച്ചു. വിദ്യകളെല്ലാം യഥാകാലം അഭ്യസിച്ചു മിടുക്കനായ ദേവവ്രതനെ ഗംഗാദേവി ശന്തനു മഹാരാജാവിനെ തിരികെ ഏൽപ്പിച്ചു. ശന്തനു തന്റെ പ്രിയപുത്രൻ ദേവവ്രതനെ യുവരാജാവായി വാഴിക്കുകയും ചെയ്തു. കുട്ടികളെ, നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്തു പറയണേ. കൂടാതെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ. അടുത്ത ഭാഗം ഭീഷ്മശപഥം മറക്കാതെ കാണുക.